വിമാനത്തിൽ ആദ്യമായിട്ട് പറക്കുന്നത് 2002 ഒരു ദുബായ് ട്രിപ്പാണ്. അതൊരു 1.5 പറപ്പിക്കലായിരുന്നു. അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അന്ന് പാസ്പോർട്ട് എടുത്തത് ദുബായിൽ എന്തെങ്കിലും ജോലി ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് പാസ്പോർട്ടെല്ലാം എടുത്തു വെച്ചത്. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരും ഇല്ലെങ്കിൽ കൂടെയുള്ള പല മിമിക്രി ആർട്ടിസ്റ്റുകളും ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള നസീർക്ക് അവരൊക്കെ ഇങ്ങനെ ഓരോ മാസവും ഇങ്ങനെ ഗൾഫ് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ജഗബോയിലൂടെയൊക്കെ ഇങ്ങനെ ആയെങ്കിൽ എനിക്കിതുവരെ പറക്കാനുള്ള ഒരു സംഭവം ചാൻസ് കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ജഗബൊക ടീമുമായിട്ട് ദുബായിൽ ഒരു ഷോ. അപ്പോൾ എന്നെ വിളിച്ചു, വളരെയധികം സന്തോഷിച്ചു. അപ്പോൾ പാസ്പോർട്ടൊക്കെ നേരത്തെ കൊണ്ടുപോയി. പക്ഷെ നടക്കൂല്ലയോ എന്ന് അറിയില്ല. അതുകൊണ്ട് പോണേൻ്റെ അന്ന് പുറത്ത് പറയാം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് തമ്പാനൂർ ടൂറിസ്റ്റ് ഹോമിൽ വന്ന്, അവിടെയാണ് നമ്മൾ ജഗബൊക ആയിരുന്ന സമയത്ത് എല്ലാവരും വന്ന് കിടക്കുന്നത്. ഞാൻ ഒരു 12 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 3-4 പേര് റെഡിയായി നിൽക്കുകയാണ്. സുരാജ്, ഇതെന്താ ഇത്, നിന്നെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല? ഞാൻ പറഞ്ഞു, അയ്യോ അത് ദൂരെ ഇരുന്ന് പ്രോഗ്രാം, അത് കാരണം സ്വിച്ച് ഓഫ് ആയിപ്പോയി മൊബൈൽ. സുരാജ്, ഇന്ന് 4:30 ഫ്ലൈറ്റ്, നമ്മളിത് എപ്പോഴേ നോക്കിക്കുന്നു, വരണ്ട് നിൽക്കുന്നു. സുരാജ്, ഞാൻ പറഞ്ഞു ഇന്നാണെന്ന് എൻ്റെ പറഞ്ഞില്ല, അത് ഇന്നലെ സുരാജിൻ്റെ അറിയിച്ചതല്ല. ഞാൻ പറഞ്ഞു ഇല്ല, എന്നോട് പറഞ്ഞില്ല. പക്ഷെ ഇവർ എന്തോ കമ്മ്യൂണിക്കേഷൻ എൻ്റെ വിട്ടുപോയി. റൂമിൽ ചെന്ന് കുളിച്ചു. എൻ്റെ കയ്യിൽ ബാഗൊന്നുമില്ല. ആ കൂടി അന്നത്തെ 50 പൈസയുടെ ഒരു കവറുണ്ട്. അന്ന് 50 പൈസ പ്ലാസ്റ്റിക് ഏതെങ്കിലും ടെക്സ്റ്റൈൽസിന്റെ, രജിത ടെക്സ്റ്റൈൽസ് കാരറ്റ് അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു ടെക്സ്റ്റൈൽസിന്റെ കവറും 2 ഷർട്ടും ഉണ്ട്, പാൻറ്റും ഉണ്ട്. അതിന് വേണ്ട സാധനങ്ങളും ഉണ്ട്, സ്ഥാവര ജംഗമ വസ്തുക്കളും ഉണ്ട്. ഇതെല്ലാം എടുത്തിട്ട് അതിൽ നല്ല നോക്കി എടുത്ത് എല്ലാം ക്ലിയർ ആക്കി പോയി കഷത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു പോവാം. സാറ് എവിടെ? ദുബായിൽ. നീ ഈ 50 പൈസയുടെ കവറും കൊണ്ടാണ് ദുബായിൽ പോകണം, നിനക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ? ഞാൻ പറഞ്ഞു എൻ്റെ എനിക്ക് പിന്നെ ഇതല്ല വേറെ എന്താണ്, പ്രോഗ്രാമിനുള്ള ഡ്രസ്സ് അതെല്ലാം വേറെ കോസ്റ്റ്യൂം പെട്ടിയിലുണ്ട്. എനിക്ക് പിന്നെ ഒരു സ്കിറ്റ് കളിക്കുക പോരെ, എനിക്ക് അവിടെ ചെന്നിട്ട് തേച്ച് ഞാൻ ഇതിട്ടോളാം. ഒരു കാര്യം ഞാൻ നാണക്കട അതിന് വാങ്ങിച്ചിട്ട് എൻ്റെ കവറങ്ങ് വാങ്ങി രാജാ സാഹിബ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ, അദ്ദേഹത്തിൻ്റെ പെട്ടിക്കകത്തിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ കൈ വീശിയാണ് പോകുന്നത്. പാസ്പോർട്ടെല്ലാം അവരുടെ കയ്യിലുണ്ട്. വീട്ടിൽ അറിയിച്ചിട്ടില്ല, എൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നവരെ അറിയിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഇവിടെ എത്തി, നമ്മുടെ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൻ്റെ അവിടെ ബൂത്തുണ്ട്. ബൂത്തിൽ കയറിയിട്ട് ഞാൻ വിളിക്കുകയാണ് എൻ്റെ അമ്മയെ. അമ്മ, എന്തോ നോക്കളെ. ഞാൻ പറയാം, അമ്മ ഞാൻ ഗൾഫിൽ പോവാണേ. എവിടെ? ഗൾഫിൽ. എനിക്കൊന്നും അറിയണ്ടതാ, ഇപ്പം ഇവിടെ വരണം. അല്ലമ്മ, ശരിക്കും ഞാൻ ഗൾഫിൽ പോവാണ്. മക്കളെ പറ്റൂല, എനിക്കിപ്പം നിന്നെ കാണണം, നീ ഇപ്പം ഇവിടെ വരണം. ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ എയർപോർട്ടിൽ നിൽക്കുകയാണ്. അവർക്ക് വിശ്വാസമാവുന്നില്ല. എന്നുവെച്ചാൽ ഗൾഫിലൊക്കെ പണ്ട് ഉള്ളവർ ഗൾഫിലൊക്കെ പോകുന്നു, എനിക്ക് മുമ്പ് ഉള്ള എൻ്റെ ചിറ്റപ്പന്മാരൊക്കെ ഗൾഫിൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്രയപ്പ് സംഭവങ്ങളുണ്ട്. അതൊരു ഉത്സവമാക്കിയിട്ടാണ് പോകുന്നത്. നാട്ടുകാർ അവസാനം ചിറ്റപ്പനൊക്കെ ബസ്സിലാ കയറി പോകുന്നത്, ഒരു വണ്ടിയെ കാണും. നാട്ടുകാരത്രയും കയറിയിട്ടേ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലൊക്കെ പോയിട്ടുള്ള ഇതൊക്കെയാണ്. അപ്പോൾ അമ്മ വിചാരിക്കണം അങ്ങനെയൊക്കെയാണ്. ഇവൻ ഈ ആരോടും പറയാതെ ദുബായിൽ എന്ത് അങ്ങനെ ഇതായിപ്പോയി. അപ്പോൾ ഇപ്പോൾ ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ കുഴപ്പമൊന്നുമില്ല, ഇത്രയും ആൾക്കാരുണ്ട്. അങ്ങനെ 2-3 പേരെ കൊണ്ട് സംസാരിപ്പിച്ച് ഞാൻ ഇത്രയാണ് ദൂരം എല്ലാം കറങ്ങുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ദുബായിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കിപ്പം നിന്നെ കാണണം, നീ ഇങ്ങ് വാ, പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ അനുഗ്രഹിക്കണം, പോയിട്ട് വരട്ടെ, ആദ്യത്തേതാണ്. ശരി മക്കളെ, ഒന്ന് പോയിട്ട് എത്ര മാസം കഴിഞ്ഞ് വരും? നീ പെട്ടെന്ന് വരണേ, നാളെ തന്നെ വരണേ. ഞാൻ പറഞ്ഞു ഓക്കെ, നാളെ തന്നെ വരാമെന്ന് പറഞ്ഞു. കറക്റ്റ് അമ്മ നാളെ തന്നെ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ചെന്ന് ദുബായ് കണ്ടാന്ന് ചോദിച്ചാൽ ഒന്നിങ്ങനെ നോക്കി ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങി. രാവിലെ അവിടെ എത്തി, നേരെ റൂമിൽ കൊണ്ടിട്ട് റൂമിൽ നിന്ന് ഫ്രഷായി. ഞാനും സാജൻ സാഗരയുണ്ട് മരിച്ചുപോയ, അവന് ഞാൻ ഒരു റൂമിലാണ്. അങ്ങനെ അവിടെ കൊണ്ടിട്ട് അതിനുശേഷം 5 മണിക്ക് അവിടുത്തെ 5 മണിയായപ്പോൾ ബസ് വന്ന് നേരെ അതിൽ കയറി. അവിടെ ചെന്നപ്പോൾ വിവിധ താരങ്ങൾ, കാവ്യ മാധവൻ, പിന്നെ നമ്മുടെ സുരേഷ് ഏട്ടൻ, പിന്നെ സിദ്ദിഖ് ലാൽ സാറ്, അങ്ങനെ താരനിശയായിരുന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു നമ്പർ തന്നു ചേച്ചി. എടാ അവിടെ പുറത്ത് കറങ്ങാൻ പോവാം, ബെസ്റ്റാണ്. ഒരു എന്തോ തൽക്കാലം നമുക്ക് സുദേവൻ എന്ന് കിട്ടും. സുദേവൻ എന്ന് പറയുന്ന ഒരാളുടെ നമ്പർ തന്നു. ഈ നമ്പർ ചെന്നിട്ട് ദുബായ് ചെന്നിട്ട് വിളിച്ചാൽ മതി. അപ്പം ഞാൻ ഇവിടെ വന്നിറങ്ങിയ ഉടനെ, ദുബായിലെത്തിയ ഉടനെ തന്നെ ഈ സുദേവനെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും മലയാളികളുണ്ടോ? അപ്പോൾ ഒരു ഉച്ചയായപ്പോൾ, രാവിലെ ആയപ്പോൾ അവിടെ എത്തി. ഉച്ചയ്ക്ക് ഇത് ലഞ്ച് കഴിക്കാനായിട്ട് താഴെ ഇറങ്ങിയപ്പോഴത്തേനും ഒരു മലയാളി അവിടെ നിൽക്കുന്നു. മലയാളിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഫോണൊന്ന് തരൂ.
ഒരു നല്ല സ്പ്രിങ് മുടിയൊക്കെ ആയിട്ട്, ഒന്ന് ഫോൺ തരാമോ? പിന്നെന്താ, എനിക്കിവിടെ ഒരു ഫ്രണ്ടിനെ വിളിക്കാം. വിളിച്ചോ. ഫോൺ വാങ്ങിക്കുന്നു, ഇതിൽ വിളിക്കും, ഈ നമ്പറിൽ വിളിക്കുന്നു, അവിടുത്തെ ദുബായ് നമ്പറിൽ. ഒന്നും എനിക്ക് മനസ്സിലായില്ല, സംഭവം കിട്ടുന്നില്ല എന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ ടൂ ഇത് കേൾക്കണ്ടേ, ടൂണൊന്നുമില്ല. അങ്ങനെ ഞാൻ നേരെ തിരിച്ചു കൊടുത്ത്, കുഴപ്പമില്ല, കിട്ടിയില്ല എന്ന് പറഞ്ഞു. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതാണ് ലക്ഷ്യം, പ്രോഗ്രാം കഴിഞ്ഞ് കയറുന്നതിന് മുമ്പ് ഈ പുറത്ത് ഇവിടുത്തെ ഇതെന്താണെന്നൊന്ന് കാണണം. അപ്പോൾ അതിന് സുദേവൻ്റെ നമ്പറും തന്നേക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ഭക്ഷണവും കഴിച്ച് തിരിച്ചു വന്നപ്പോൾ 4 മണിയായപ്പോൾ താഴെ ഇറങ്ങി. എല്ലാവരും 5 മണിക്ക് ഓഡിറ്റോറിയത്തിൽ എത്തണം. ബസ് വന്ന് കയറുന്നതിന് മുമ്പ് വീണ്ടും ആ മലയാളി അവിടെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്നുകൂടെ ആ ഫോൺ തരുമോ? പിന്നെന്താ. വീണ്ടും വിളിക്കുന്നു. ഓക്കെ, ഇതാ കിട്ടിയില്ലേ? ഞാൻ പറയില്ല, ശരി ചേട്ടാ. വീണ്ടും പ്രാർത്ഥനയാണ്, ഈശ്വര ഏതെങ്കിലും അങ്ങനെ എപ്പോഴെങ്കിലും എടുക്കുന്നത്. അവിടെ ചെല്ലുന്നു, ഇത്രയും താരനിശ അവരെല്ലാവരും കാണുന്നു, എൻ്റെ പ്രോഗ്രാം കഴിയുന്നു. നേരെ അവിടെ നിന്ന് വീണ്ടും ബസ് കയറി ഈ ഹോട്ടലിൽ വന്നിറങ്ങുന്നു. അത് അന്ന് വീണ്ടും രാത്രി പോകണം. രാത്രി 2 മണിക്കും കണ്ട് അവിടുന്ന് വീണ്ടും തിരിച്ചിങ്ങ് വരണം. അവിടെ ഒരു 9, 10, 11 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തി. വീണ്ടും ഞാൻ നോക്കുന്നത് ഏതെങ്കിലും ഒരു മലയാളി നോക്കിയപ്പോൾ ആ സ്പ്രിങ് മുടി അവിടെ നിൽക്കുന്നു. വീണ്ടും ഞാൻ ചേട്ടാ ഒന്ന് ഫോൺ തരും. എന്തുകൂടെ ഇതുവരെ കിട്ടിയില്ലേ? ഫോണിൻ്റെ കുഴപ്പമൊന്നും. വീണ്ടും ഞാൻ വിളിക്കും, അല്ല പ്രാന്തടുത്ത് കൊടുത്ത് ഞാൻ ഇല്ല, കിട്ടിയില്ല, ഞാൻ വേണ്ട. ഞാൻ നേരെ റൂമിൽ ചെന്നു, ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് സാജനെ എടുത്ത്, ഓക്കെ എടാ എല്ലാവരും വണ്ടി കയറിക്കോ എന്ന് പറഞ്ഞു. ഇനി 2 മണിക്കൂറും കൂടെ ഉള്ളൂ, അതിന് മുമ്പ് ചെക്ക് ഇൻ ചെയ്യണം. 4:30, 5 മണിക്കാണ് അടുത്ത ഫ്ലൈറ്റ്. നേരെ ഒക്കത്തവനെ എടുത്തിരുത്തി നേരെ വണ്ടിയിലോട്ട് കയറാൻ നടത്തും. ഒരാളെയും കൂടെ ഒന്ന് എടാ ഞാനിവിടെ വന്നിരുന്നു എന്നെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ വണ്ടിയിലോട്ട് കയറാൻ നേരത്ത് അതേ സ്പ്രിങ് മുടിയാണ്. ചേട്ടാ ഒന്നുകൂടെ ഫോൺ തരും. എടേ ഇയാളെ 3-4 ദിവസം ആയാലും ഇത് കിട്ടണില്ലേ, കുറേ ദിവസം ട്രൈ ചെയ്യണമല്ലോ. വീണ്ടും വിളിച്ചാൽ കിട്ടണില്ല ചേട്ടാ. ഏതാ നമ്പർ ഞാൻ നോക്കട്ടെ. ഇത് അപ്പോൾ വണ്ടിയിലോട്ട് കയറിക്കോ. ഞാൻ പറഞ്ഞ ചേട്ടാ സുദേവൻ എന്ന് പറയുന്നത് നമ്പർ ഞാനത്തെ പിന്നെ അടിച്ച്, എടാ ഇത് എൻ്റെ നമ്പറാണല്ലോടാ, എൻ്റെ നമ്പറിൽ നീ എപ്പോഴും അടിച്ചു കഴിഞ്ഞാൽ അതിൽ എവിടെ കിട്ടാൻ. ഞാൻ കണ്ടുമുട്ടേണ്ടിരുന്ന കക്ഷിയാണ് രാവിലെ മുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചെന്ന് ഈ നമ്പർ ഒന്ന് ഡയൽ ചെയ്ത് കാട്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമില്ല. ഞാൻ അങ്ങനെയുടെ പേരില്ലെന്നും അല്ല എനിക്ക് വിഷയം. അങ്ങനെ ഞാൻ വണ്ടിയിൽ കയറിയത് ടാറ്റ കാണിച്ചുകൊണ്ട് പോയി. രാവിലെ മുതൽ അയാൾ അവിടെ ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ പറക്കൽ. മൂന്നാമത്തെ കണ്ടുമുട്ടലിലേക്ക് സ്റ്റോറി ഏകദേശം മനസ്സിലായി എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത് ക്ലൈമാക്സ്. അല്ല ഇത് ഒന്നും ചേർത്തിട്ടില്ല, സത്യസന്ധമായ കാര്യമാണ്. ആളുടെ പേര് മാത്രം ഞാൻ വിട്ടുപോയി. അങ്ങനെ അതായിരുന്നു എൻ്റെ ആദ്യ പറക്കൽ. ആ പറക്കലിൽ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ പേടിച്ചു പോയത്. അത് ആദ്യം പോകുന്നവർക്ക് എന്തായാലും പേടി വരും. ഞാൻ ഫ്ലൈറ്റ് കയറി, അവർ ഫുഡൊക്കെ തന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ബാത്റൂം വരെ പോകണം. ഒന്നിന് പോകാമെന്ന് കരുതിയിട്ട് നേരെ ചെന്ന് ആരോഗ്യ സാധിച്ചിട്ട് ഫ്ലഷ് ചെയ്ത് ഞാൻ. അമ്മ സത്യം ഞാൻ വിചാരിച്ച് തകർന്നു, ഫ്ലൈറ്റ് തകർന്നു. ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ട് ഞാൻ ഇത് അടിച്ചു പൊട്ടിക്കണോ എന്താണെന്നറിയില്ല. ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടോ? നന്നായിട്ട് ചിരിക്കുന്നു, നിനക്കും പറ്റിയിട്ടുണ്ടല്ലേ ഇമാതിരി? അപ്പൊ എന്തായാലും വ്യക്തമാണല്ലോ. എന്റെ അമ്മ ഇത് എന്തൊരു ശബ്ദം.